എപ്പോഴും നമ്മൾ നോക്കാറുള്ളത് ഒരു ഫ്രണ്ട്സിനോട് എന്താണ് ഡിസ്കസ് ചെയ്യാറ് അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. ഇന്ന് ഡിഫറൻ്റ് ആയിട്ട് അവരുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചാൽ അവരുടെ ഫ്രണ്ട്സിന്റെ അഭിപ്രായം എന്തായിരിക്കും? നിങ്ങളെ പറ്റിയുള്ള അവരുടെ ഫ്രണ്ട്സിന്റെ അഭിപ്രായം എന്തായിരിക്കും എന്ന് നോക്കിയാലോ അല്ലേ. നമുക്കതും അറിയണമല്ലോ, നല്ലതാണോ ചീത്തയാണോ അവർ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് അറിയണ്ടേ. കാച്ച് ഷഫിൾഡാണ് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ്, സ്ട്രെങ്ത്, 3 ഓഫ് കപ്സ്, 4 ഓഫ് പെൻഡക്കിൾസ്, ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ്, 6 ഓഫ് കപ്സ്, 10 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ ഓക്കെ ആദ്യമായിട്ട് അവർ അഭിപ്രായം പറയാം. നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ട് ഒരു വ്യക്തിയാണ്, നിങ്ങളെ വിഷമിപ്പിക്കരുത് എന്ന് അവർ പറയും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത് എന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട്സ് അവരോട് പറയും. അതുപോലെ കണ്ടിടത്തോളം നിങ്ങൾ വളരെ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതൊരു നല്ല ക്യാരക്ടറാണ് എന്നൊന്ന് എടുത്തു ചാടി നിങ്ങൾ തീരുമാനിക്കാറില്ല എന്നും അവർ അഭിപ്രായപ്പെടും കേട്ടോ. പിന്നെ നിങ്ങൾ വളരെ നല്ലൊരു സുഹൃത്ത് വലയം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും അവർ പറയും. നിങ്ങൾ എത്രത്തോളം ഈ ഫ്രണ്ട്സിനോട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടോ അവർക്ക് വളരെ നല്ല അഭിപ്രായമാണ് നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട്. ഫ്രണ്ട്ഷിപ്സ് വളരെ ആത്മാർത്ഥമായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നും അവർ അഭിപ്രായപ്പെടും കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ പലതും തുറന്ന് പറയാറില്ല എന്ന് തോന്നുന്നു എന്നും അവർ അഭിപ്രായപ്പെടും കേട്ടോ. പലതും എസ്പെഷ്യലി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ആരെയും അറിയിക്കാറില്ല. നിങ്ങൾ തന്നെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, ധൈര്യമുള്ള വ്യക്തിയാണ് എന്നും ഇവർ അഭിപ്രായപ്പെടും. നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ട് ഉള്ള ഒരു വ്യക്തിയാണെന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നും അവർ പറയും കേട്ടോ. നിങ്ങൾ ഇരിക്കുന്ന അവിടെ സന്തോഷം നിങ്ങൾ ഉണ്ടാക്കും. ലൈക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലാവട്ടെ, ഫാമിലിയിലാവട്ടെ, നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം, നിങ്ങൾ കഷ്ടപ്പെട്ടാലും ശരി, നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയാലും ശരി, നിങ്ങൾ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിലും ശരി, പുറമേക്ക് അങ്ങനെ കാണിക്കാറില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ പെരുമാറും. ചുറ്റുമുള്ളവരെയും ഹാപ്പി ആയിട്ട് ഇരുത്താൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഒരുപാട് സ്നേഹമാണ് എന്നും അവർക്ക് തോന്നിയിട്ടുണ്ട് എന്ന് അവർ പറയും കേട്ടോ. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ, നിങ്ങളുടെ പേഴ്സൺ, അവരുടെ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാം തന്നെ ലോങ് ടേം ആയിട്ട് പരസ്പരം അറിയാവുന്ന ആൾക്കാരായിരിക്കണം. പണ്ട് മുതലേ അറിയുന്ന ആളല്ലേ, അവരെ വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ അവർ പറയും കേട്ടോ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നവർ നിങ്ങളുടെയും കൂടെ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കണം. നിങ്ങൾ ഒരുപാട് കാലമായി അറിയുന്ന ആൾക്കാരായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഇവർ ഈ അഭിപ്രായം ചോദിക്കുന്നത് അല്ലേ. 10 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് വളരെ കുടുംബ സ്നേഹമുള്ള വ്യക്തിയാണ് താങ്കൾ എന്നും അവർ അഭിപ്രായപ്പെടും കേട്ടോ. ഫാമിലിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും നിങ്ങൾക്ക് മടിയില്ല, ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് മടിയില്ല എന്ന രീതിയിൽ അവർ അഭിപ്രായം പറയും.